വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ സോൾട്ട് ആൻഡ് പേപ്പർ. നിങ്ങളുടെ ചാനൽ പുതിയതായിട്ടാണെങ്കിൽ എൻ്റെ പേര് റാണി. ഇപ്പൊ നമ്മുടെ കൊറോണ കാലം നമുക്ക് മാസ്ക് ഇല്ലാത്തൊരു കാര്യമില്ല. എല്ലാവരും മാസ്ക് വെച്ചാണ് പുറത്തു പോകുന്നത്. ഇവിടെയാണെങ്കിലും ഷോപ്പുകളിൽ ചെന്നാലും പുറത്തു പോയാലും എവിടെ പോയാലും ഇപ്പൊ എല്ലാവരും മാസ്ക് വെച്ചാണ് നടക്കുന്നത്. ഇപ്പൊ നമ്മുടെ കടകളിലാണെങ്കിലും മാസ്കിനൊക്കെ നല്ല വിലയായി, കിട്ടാനാണേലും അത്ര എളുപ്പമല്ല. ഇപ്പൊ എല്ലാവരും തന്നെ വീടുകളിൽ മാസ്ക് ഉണ്ടാക്കാൻ തുടങ്ങി. ഇതിന് മുന്നേ കുറച്ച് ആഴ്ചകൾക്ക് മുന്നേ ഞാനൊരു മാസ്കിന്റെ വീഡിയോ ഇട്ടിരുന്നു. നല്ല റെസ്പോൺസ് ആയിരുന്നു അതിൽ നിന്ന് വന്നിരുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിൽറ്റർ മാസ്ക് ആയിരുന്നു. ഫിൽറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമുക്ക് ടിഷ്യൂ ഒക്കെ അതിനകത്ത് ഉപയോഗിക്കണമെങ്കിൽ വെച്ച് ഉപയോഗിക്കാം. പിന്നീട് ടിഷ്യൂ മാറ്റാം. കുറച്ച് കൂടുതൽ നേരത്തേക്ക് ഉപയോഗിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ നല്ലതായിരിക്കും. സ്വെറ്റായൊന്നും പോവാതിരിക്കാൻ നല്ലതായിരിക്കും. നമുക്ക് ഇൻസൈഡിൽ ഈ ടിഷ്യൂ മാറ്റി വെക്കാനുള്ള ഫെസിലിറ്റി ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ദയവായിട്ട് കണ്ടു നോക്കുക. അതിന്റെ ലിങ്ക് ഞാൻ ഇതിന്റെ താഴെ കൊടുക്കാം. ഞാൻ 100 മൈൽസ് പെർ അവർ ആണ് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇച്ചിരി സ്ലോ ഡൗൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ വീണ്ടും എനിക്ക് റിക്വസ്റ്റുകൾ വരുന്നു. ചേച്ചി പറഞ്ഞു തരുമ്പോൾ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് കൂടുതൽ പലതരത്തിലുള്ള മാസ്കുകൾ ഇടാമോന്ന്. അതുപോലെ തന്നെ മേഴ്സി ചേച്ചി, ബിഗ് ഹായ് മേഴ്സി ചേച്ചിയാണ് എന്നോട് ഇത് പറഞ്ഞത്. ഈ വീഡിയോ കുറച്ച് നാളുകളായിട്ട് എന്നോട് പറയുന്നതാണ് കേട്ടോ, ഇതൊന്ന് ഇടാമോന്ന് ചോദിച്ചിട്ട്. ഞാൻ ഇടുന്ന ഈ മാസ്ക് എന്റെ സൃഷ്ടിയല്ലെന്ന് വീണ്ടും പറയുന്നു. ഇതുപോലെ പലരും മാസ്കുകളുടെ കൂമ്പാരം യൂട്യൂബിൽ ഇട്ട് കളിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ നമ്മളെല്ലാ യൂട്യൂബിന്റെ ചാനലുകളിലും അല്ലെ എല്ലാ വീഡിയോസിലും നമ്മൾ എത്തിപ്പെടാറില്ല. അപ്പൊ എനിക്ക് ചേച്ചി അയച്ചു തന്നൊരു വീഡിയോ ആണ്. ഇതുപോലെ പല വീഡിയോസും എന്റെ കയ്യിൽ ഇങ്ങനെ സ്റ്റോക്ക് വന്നിരിക്കുകയാണ്. പലയിടത്തും എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് ഇതുപോലൊരു മാസ്ക് ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പൊ അതിലൊരു മാസ്ക് ആണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. കണ്ണടച്ച് തുറക്കും മുമ്പേ ആർക്കും ചെയ്തെടുക്കാണ് മാസ്ക് ആണിത്. ഇതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് സോക്സ്. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഉണ്ണിക്കുട്ടന്റെ സോക്സ് ആണ്. നിങ്ങൾക്ക് ഡെമോയ്ക്ക് വേണ്ടിയാണ് കാണിച്ചു തരാൻ പോകുന്നത്. കഴുകി വെച്ചിരുന്ന മാസ്ക് ആണ്, ബ്രാൻഡ് ന്യൂ അല്ല. ഉണ്ണിക്കുട്ട ഞാൻ തല കറങ്ങുവോ? അവൻ ഓൾറെഡി കസരയിൽ തന്നെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സോക്സ്, നമ്മുടെ സ്വന്തം സോക്സ് കാലിലിടുന്നത്. ഓക്കെ, ഇതിന് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സോക്സിനെ ഇതുപോലെ എടുക്കുക, നിവർത്തി എടുക്കുക. ഇതൊരു ചെറിയ സോക്സ് ആണ്, ഉണ്ണിക്കുട്ടന്റെ സോക്സ് ആണ്. ഓക്കെ, നമ്മൾ വലിയ സോക്സ് എടുക്കുമ്പോൾ പല സോക്സും പല ഷേപ്പിൽ എന്ന് വെച്ചാൽ ഇത് ആംഗിളും കഴിഞ്ഞിട്ട് മുകളിലേക്ക് കുറച്ച് ഹൈ ആയിട്ടുള്ള സോക്സ് ആണ്. ചിലത് നല്ല നീളം ഇവിടെ കാണാം. നമ്മൾ ആദ്യം ഇതിനെ ഒന്ന് മടക്കി നോക്കുക. ഇതിന് ഏകദേശം സ്ക്വയർ രൂപത്തിൽ കൊണ്ടുവരിക. ചില സോക്സുകൾ നമ്മളിങ്ങനെ മടക്കുമ്പോൾ ഈ ഭാഗം നമ്മൾ മടക്കുന്നതിലും കൂടുതൽ നീളം കാണും, ഈ എലാസ്റ്റിക് ഉള്ള ഭാഗം. അപ്പൊ അതിനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു. പക്ഷെ ഇതിന്റെ കേസിൽ നമുക്ക് അങ്ങനെ കട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. കാരണം ഇതിന് രണ്ടും ഒരേ ലെങ്ത് ആണ് കാണുന്നത്. അങ്ങനെയാകുമ്പോൾ അതിനെ അങ്ങനെ തന്നെ ലീവ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്നറിയാമോ? ഇതിന്റെ കോർണറിൽ നിന്നും നിങ്ങൾ നോക്കുക, മടക്കിയേക്കുന്ന പോർഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഹീല് വരുന്ന ഭാഗം, നമ്മുടെ ഉപ്പൂറ്റിയുടെ ഭാഗമാണ് ഈ കാണുന്നത്, ഞാൻ ഈ പിടിച്ചേക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ അറ്റത്തൂന്ന് നമ്മൾ ഇങ്ങോട്ട് നമ്മൾ വെട്ടാൻ പോകും. ജസ്റ്റ് തുമ്പത്തല്ല, ഇച്ചിരി ഇങ്ങോട്ട് മാറ്റി നമ്മൾ വെട്ടാൻ പോകുന്നു. ഇതാ വളരെ എളുപ്പമാണ്, നോക്കിയിരുന്നോളൂ. ഇത്ര എളുപ്പത്തിൽ നമുക്ക് ഒന്നും ചെയ്തെടുക്കാൻ പറ്റത്തില്ല. ഇതാ ഇത്ര ഞാൻ വെട്ടി മാറ്റി. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അത്രം വരെ വെട്ടി മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ഓർക്ക് ഇത് എന്ത് ഷേപ്പാണ് അല്ലേ? ഇതാ ഈ വീഡിയോ കാണാത്തവരാണെങ്കിലാണ് ഞാൻ പറയുന്നത്. ഇതിനെ നമുക്ക് വേണ്ടാത്ത പോർഷൻ മാറ്റിയിരിക്കുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടുന്ന് നമ്മുടെ ഈ ഷാർപ്പായിട്ടുള്ള ഈ പോർഷൻ കണ്ടല്ലോ, ഈ പോർഷൻ്റെ അവിടുന്ന് നമുക്ക് ചെറിയ ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കാം. ഒരു ഇഞ്ച് അല്ല, ഒരു 1.25 ഇഞ്ച് ഇങ്ങോട്ട് മാറ്റിയിട്ട് നമുക്കിതാ ഇതുപോലെ ഒരു ക്രോസ് ആയിട്ട് ഇതുണ്ടോ, നമുക്കൊരു ചെറിയ, ഇത് നന്നായിട്ട് സ്ട്രെച്ച് ആവുന്ന നമുക്കറിയാലോ. നമ്മുടെ സോക്സ് നന്നായിട്ട് സ്ട്രെച്ച് ആവും, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ നമ്മൾ ഇതുപോലെ ഒരു ഇതുണ്ടോ, ഒരു ത്രികോണം പോലെ ഒന്ന് വെട്ടിയെടുക്കുക. അപ്പൊ അവിടെ ഒരു ഹോളാണ് നമുക്ക് വീഴുന്നത്. ഇനി നമുക്ക് ഇതിനെ അഴിച്ചു നോക്കാം. ഇതാ കണ്ടോ, തുറന്നു. നമ്മുടെ മാസ്ക് ഇവിടെ റെഡിയാണ്. നമുക്ക് ഇങ്ങനെ കിട്ടും. സി ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ ആ ഹോൾ ഇട്ട ഭാഗമാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ ഈ മാസ്ക് നമുക്കത് വെച്ച് നോക്കാം എങ്ങനെയാണത്. ഇത്ര ഫാസ്റ്റില് സെക്കൻഡ്സുകൾക്കുള്ളിൽ ചെയ്തെടുക്കാവുന്ന ഒരു സൂപ്പർ മാസ്ക് ആണ്. നമുക്ക് ഇതിനു വേണ്ടി എലാസ്റ്റിക് ഇടാനും പോകണ്ട, ഒന്നുമില്ല. കാരണം നമ്മുടെ സോക്സ് എന്ന് പറയുന്നത് ഓൾറെഡി ഇലാസ്റ്റിക്. ഇത് കണ്ടതേ ഇലാസ്റ്റിക് പോലെ നമ്മുടെ സോക്സ് ഇരിക്കുന്നത്. അതെ എത്ര ഈസിയാന്ന് നോക്കി. അപ്പൊ നമ്മുടെ മാസ്ക് ഞാൻ ജസ്റ്റ് വെട്ടിയാൽ മാത്രം പോരല്ലോ, നമുക്കൊന്ന് വെച്ച് നോക്കണ വേണ്ട. ഇതാകുമ്പോൾ നമുക്ക് എലാസ്റ്റിക് പിടിപ്പിക്കേണ്ട ഒന്നും വേണ്ട. ഓൾറെഡി ഹോൾ ഇതിലുണ്ട്. ഇതാ വെച്ച് കാണിക്കാം കേട്ടോ. മൂക്കിന്റെ ഭാഗം ഇതുണ്ടതേ. ഏയ് ലുക്ക് അറ്റ് ഇറ്റ്. നിങ്ങൾക്ക് എത്ര ഹൈ വേണേലും ഇത് വെച്ചോണ്ട് നടക്കാം. സി എന്നാ നല്ല ഫിറ്റിംഗ് എന്നറിയാം നിങ്ങൾക്ക്. കഴുത്തിന്റെ ഭാഗം നല്ല സുന്ദരമായിട്ടുണ്ട്. സി ഇതുപോലുള്ള ഒരു നല്ല ഡിസൈനോടെ ഒക്കെ ആകും പിന്നെ പറയങ്ങളാണ്. അപ്പൊ നമ്മുടെ മാസ്ക് ഉണ്ണിക്കുട്ടനെ കൊണ്ട് കട്ട് ചെയ്യിപ്പിച്ചാലോ? അപ്പൊ നോക്കിയേ, ഞാൻ എത്ര ഫാസ്റ്റിൽ, സെക്കൻഡ്സ് മാത്രം മതി നമ്മുടെ മാസ്ക് റെഡിയാക്കി എടുക്കുവാൻ. ഒരു 30 സെക്കൻഡ് പോലും വേണ്ട. ഇത് കൊച്ചു കുട്ടികൾക്ക് പോലും ചെയ്യാന്നുള്ള, അവർക്കുള്ള മാസ്ക് അവർക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റത്തില്ലേ? അപ്പൊ നോക്കിയേ, ഉണ്ണിക്കുട്ടന്റെ അടുത്ത ഒരു സോക്സ് ആണ്. അപ്പോൾ ഉണ്ണിക്കുട്ടനെ കൊണ്ട് തന്നെ നമുക്ക് ചെയ്യിപ്പിക്കാം എത്ര ഫാസ്റ്റിൽ ചെയ്യാന്നുള്ളത്. നിങ്ങൾ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറന്നുപോലെ, നമ്മളിതിനെ രണ്ടായിട്ട് മടക്കുമ്പോൾ സാധാരണ സോക്സുകൾക്ക് ഈ ഭാഗം കാലിലെ എലാസ്റ്റിക് വരുന്ന ഭാഗം
ഇവിടുത്തെ നീളം കൂടുതലായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് കളയണം കേട്ടോ. ഇതിപ്പോൾ ജസ്റ്റ് സൈസ് ആയതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്ത് കളയാത്തത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ മാസ്ക് ഉണ്ടാക്കാൻ പഠിച്ചോ മോനെ? യു നോ ഹൗ ടു മേക്ക് ദ മാസ്ക്? നോ ആണോ? ഇതേ അമ്മ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ഇതിനെ ഇങ്ങനെ രണ്ടായിട്ട് മടക്കുക. അതിന് എന്നാ എടുക്കണം? ഇത് കണ്ടോ? അതെ, നമ്മൾ ഇങ്ങനെ വെക്കുന്നു. ഇത് കണ്ടോ? നമ്മൾ ഇങ്ങനെ വെക്കുന്നു. ആൻഡ് ഇങ്ങനെ ഇവിടെ നിന്നും ഈ കോർണറിൽ നിന്നും ഈ പോർഷനിലേക്ക് നമ്മൾ സ്ട്രൈറ്റ് കട്ട് ചെയ്യണം. ആ അങ്ങനെ ഇവിടം വരെ കട്ട് ചെയ്യണം. കട്ട് ചെയ്തു കേട്ടോ അമ്മ. ഒന്നിക്കൂടെ ഇച്ചിരി കട്ട് ചെയ്യാം സിസർ. സിസർ അവന് ഇച്ചിരി കട്ടി. അമ്മ ഈ ഭാഗം ഇച്ചിരി കട്ടിയുള്ളണ്ടോ മോനെ? അതെ. ഇനി കുഞ്ഞ് കട്ട് ചെയ്തോ. ആ ഭാഗം ഇച്ചിരി കട്ടിയുണ്ടല്ലേ? ഇനി കട്ട് ചെയ്തോ. സിസേഴ്സ് വലുതാണോ കുഞ്ഞിന്റെ കയ്യിൽ? കൈ മുറിയല്ലേ? ചെയ്തോ. ഗുഡ്, എക്സലന്റ്. കീപ് ഗോയിങ് മോന്. ചെയ്തു. അവൻ ഈ സിസർ പിടിച്ച് പരിചയമില്ല. ഇത് വലിയ സിസർ അല്ലേ? ഇവിടെ കൊണ്ടുവന്ന് നിർത്താം മോന് കേട്ടോ. ഗുഡ് ഗുഡ് ഗുഡ്. ചെയ്തു. സിസർ വലിയ സിസറാണ്. അവനെ സംബന്ധിച്ച് ഇത് വലിയ സിസറാണ്. അവന് കട്ട് ചെയ്യാൻ പാടാണ് കണ്ടോ. നമ്മൾ ആ പോർഷൻ മാറ്റിയിരിക്കുന്നു. എന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് മാറ്റി ഒരു എന്നാ പറയുന്നേ, ഈ ഷേപ്പിൽ ഇതാ ഒരു ത്രികോണ ഷേപ്പിൽ നമ്മളിതേ ഇങ്ങനെ ഒരു ചെറിയ കട്ടുണ്ടാക്കുന്നു കേട്ടോ. ചെറിയ കട്ടിൻ്റെ ആവശ്യമുള്ളൂ. കാരണം അത് നന്നായിട്ട് വലിഞ്ഞോളും കേട്ടോ. നിങ്ങൾ ഒരു ഇത്രയൊക്കെ മതിയോ? അത്ര കൂടുതൽ നിങ്ങൾ കട്ട് ചെയ്യേണ്ട കാര്യമില്ല കേട്ടതേ. അത്രയും കുഞ്ഞു കട്ടാ നമ്മൾ ചെയ്തേക്കുന്നത്. ഇനി മോനൊന്ന് വെച്ച് കാണിച്ചു എല്ലാവരും. ഏതാണ് ഈ കുഞ്ഞാപ്പി? എങ്ങനെയുണ്ട്? ഹൗ യു ഫീൽ? അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാന്നുള്ളൂ. വളരെ എളുപ്പം, സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് മാസ്ക് റെഡി. മാസ്ക് ഇല്ലാന്ന് ഓർത്ത് നമ്മൾ വിഷമിക്കേണ്ട. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു കാര്യമായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു, ബൈ.